നീ ദൈവമകനെന്ന്, ദൈവമകളെന്ന്, അല്ലെങ്കിൽ ദൈവമക്കളെന്ന് വിളിക്കപ്പെടും. നമ്മുടെ സ്റ്റാറ്റസ് മാറും. നീ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ദൈവത്തിന്റെ മകനാണ്, ഞാൻ ദൈവത്തിന്റെ മകളാണ് എന്ന് അഭിമാനത്തോടുകൂടെ നിനക്ക് പറയാൻ കഴിയുന്നൊരു സാഹചര്യം. അതാണ് യോഹന്നാൻ 3:1 നമ്മൾ വായിക്കുന്നത്. എന്നാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താൻ. കർത്താവ് നമ്മോട് കാണിച്ച സ്നേഹത്തിന്റെ, കരുണയുടെ ഫലമാണ് നമ്മൾ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ മുൻപിൽ അവകാശികളായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവമക്കളെന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ, അതിന്റെ അർത്ഥം ദൈവത്തിന്റെ മഹത്വത്തിൽ നമ്മൾ പങ്കുകാരാകും എന്നതാണ്. ഇതാണ് ദൈവമഹത്വം. ദൈവത്തിനുള്ള എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് അതിനെ വിളിക്കുന്ന പേരാണ് ദൈവമഹത്വം എന്നത്. കബോദ് ഓഫ് ഗോഡ് എന്ന് പറയും. കർത്താവിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ കർത്താവിന് എന്തൊക്കെ ഉണ്ട് അതെല്ലാം നിങ്ങൾ കൂട്ടിവെക്കുക. കർത്താവിന്റെ സ്നേഹം, കർത്താവിന്റെ ജ്ഞാനം, കർത്താവിന്റെ ശക്തി, ഇതെല്ലാം കൂട്ടിവെച്ചിട്ട് കർത്താവിന്റെ കരുണ, കർത്താവിന്റെ വാത്സല്യം, കർത്താവിന്റെ ഗുണങ്ങളായിട്ട് എന്തൊക്കെയുണ്ട്, സ്വഭാവമായിട്ട്, സമ്പത്തായിട്ട്, ഈ ഭൂമിയും ആകാശവും ഇതെല്ലാം നിയന്ത്രിക്കുന്ന അവിടുത്തെ ശക്തിയും കരുണയും ഒക്കെ കർത്താവിൻ്റെതാണ്. ഇതെല്ലാം ആണ് അവിടുത്തെ മഹത്വം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ ഈ മഹത്വത്തിൽ നമുക്ക് പങ്ക് കിട്ടും, നമുക്ക് ഷെയർ കിട്ടും എന്നതാണ്. നമ്മൾ ദൈവമക്കളായി മാറുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ കർത്താവിൻ്റെ സമ്പത്തിൽ ഓഹരിയുള്ളവരാകും, ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളായിട്ട് മാറും. നമ്മുടെ കൃപയ്ക്ക്, നമ്മുടെ അഭിഷേകം തീർന്നു പോവുകയില്ല. ബുദ്ധിക്ക് പരിമിതിയുണ്ട്, പക്ഷെ ദൈവത്തിന്റെ ജ്ഞാനത്തിന് എന്തില്ല? പരിമിതിയില്ല. നീ എവിടെയാണ് ഷെയർ എടുക്കുന്നത്? പരിമിതിയില്ലാത്ത അറിവില്, പരിമിതിയില്ലാത്ത ജ്ഞാനത്തില്. നമുക്ക് എല്ലാറ്റിനും പരിമിതിയുണ്ട്. നമുക്ക് ഒരാളെ ആശ്വസിപ്പിക്കുന്നതിന് പരിമിതിയുണ്ട്, ഒരാളെ കേട്ടുകൊണ്ടിരിക്കുന്നതിന് പരിമിതിയുണ്ട്, നമുക്കൊരു നല്ല കാര്യം ചെയ്യുന്നതിന് പരിമിതിയുണ്ട്, നമ്മുടെ സമ്പത്തിന് പരിമിതിയുണ്ട്. പക്ഷെ ദൈവത്തിന് പരിമിതിയില്ല. നീ ദൈവത്തിനോട് ചേർന്ന് നിന്നാൽ നീ പരിമിതിയില്ല, നിന്റെ പരിമിതികൾ ഉണ്ടാവുകയില്ല.